ഹലോ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അംബ്രല്ല സ്കേർട്ട് നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ യോക്ക് കട്ടിങ് ഇതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതൊരു ഷിഫോൺ മെറ്റീരിയലാണ്. ഷിഫോൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, തെന്നി പോകുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഒരു രീതിയിലും പിടിച്ചാൽ നിൽക്കത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള തുണിയൊക്കെ നല്ല നീറ്റായിട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തുണി നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടണം. അതിനുശേഷം ഈ ഒരു രീതിയിൽ കോണോട് കോൺ ചേർത്ത് മടക്കിയിടണം. അപ്പോൾ ഇതുപോലെ കോണോട് കോൺ ചേർത്ത് മടക്കിയിട്ടതിന് ശേഷം പിന്നൊക്കെ വെച്ചോ ഇല്ല സെറ്റ് പിന്നോ സാധാ മുട്ടുസൂചിയൊക്കെ വെച്ച് പിൻ ചെയ്ത് വെക്കണം. കുറച്ചും കൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അറിയത്തില്ലാത്ത എല്ലാ തുടക്കക്കാരൊക്കെയാണ് അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് വേണേൽ അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇത് അടയാളപ്പെടുത്തിയേക്കും. നമ്മുടെ വേസ്റ്റിൻ്റെ അളവുണ്ടല്ലോ, അതിനെ നമ്മൾ 4ആയിട്ട് ഭാഗിക്കണം. അപ്പോൾ എത്രയാണോ കിട്ടുന്നതെന്ന് വെച്ച് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 7.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് വേസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ 30 ആയിരിക്കും. അപ്പോൾ അതിനെ 4ആയിട്ട് ഭാഗിച്ചപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് രണ്ട് സൈഡിൽ ഒരു ഡോട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു ലൈൻ വരച്ചു. അതിനുശേഷം മുകളിൽ നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റ് നമുക്ക് ആദ്യം നമ്മൾ 2 ഡോട്ട് കൊടുത്തില്ല. അപ്പോൾ ആദ്യമേ സൈഡ് മാർക്കിങ്ങിൽ എത്ര അളവാണോ വരുന്നത് ആ ഒരു അതേ അളവ് തന്നെ നമ്മൾ ഇതുപോലെ ടേപ്പ് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഈ വര വരച്ചിട്ട് നമ്മൾ ഈ ഒരു രീതി ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതായത് നമ്മൾ റൗണ്ട് ചെയ്യാനായിട്ട്, അതായത് ചിലരിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഫിനിഷിങ് കിട്ടുകയല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ടിരിക്കാതെ ചെറിയൊരു മോഡൽ വേണം അതിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. സ്കേർട്ടിൻ്റെ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്കേർട്ടിൻ്റെ ഇറക്കം നമ്മൾ 32 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ തുണി കറക്റ്റ് ലെവലിന് ഇരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ ടേപ്പ് മാറ്റി കൃത്യം വെച്ച് കൊടുക്കണം. അതായത് 32 ഒരു സൈഡിൽ 32 ആ ചുറ്റിനുമുള്ള അളവ് 32 തന്നെ വരണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ അളവെന്ന് പറയുന്നത് കയറി ഇറങ്ങിയിരിക്കും. ഈ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കേർട്ട് പോർഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ചിലരൊക്കെ തയ്ക്കും ഇങ്ങനെ കയറി ഇറങ്ങി വരുന്ന നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്. നിങ്ങളത് കറക്റ്റ് തുണി പെർഫെക്റ്റായിട്ട് വെച്ചിട്ട് അളവെടുക്കാതെ സ്റ്റിച്ച് ചെയ്യുന്നു, കറക്റ്റ് അളവ് എടുക്കാതെ നിങ്ങൾ വരച്ചിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എത്ര തെന്നിപ്പോകുന്ന തുണി ആയിക്കോട്ടെ മുട്ടുസൂചിയൊക്കെ വെച്ച് പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇച്ചിരി സമയമെടുത്താണേലും കുഴപ്പമില്ല, നമ്മളിത് കറക്റ്റായിട്ട് തന്നെ ചുറ്റിനും കറക്റ്റ് അളവ് എല്ലായിടത്തും ഒരേ അളവിൽ വരുന്നുണ്ടോ എന്നുള്ളത് അവസാനം നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം വീണ്ടും നോക്കണം. അങ്ങനെ നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു വട്ടവും കൂടെ കറക്റ്റ് ചുറ്റിനും കറക്റ്റ് അളവ് തന്നെയാണ് വരുന്നതെന്നുള്ളത് നോക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു ടോപ്പിന് ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ ആ ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ നല്ല തുണീനെക്കാട്ടിലും ഒരു 2 ഇഞ്ചൊക്കെ കുറവ് ഇറക്കം മതിയായിരിക്കും നമ്മുടെ ലൈനിങ് തുണിക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കാരണം നമ്മൾ എങ്ങനെയാണോ നല്ല തുണി കട്ട് ചെയ്യുന്നത് അതേ അളവ് തന്നെയാണ് നമ്മുടെ ലൈനിങ്ങിന് കട്ട് ചെയ്യുന്ന ഇറക്കത്തിന് മാത്രമാണ് നമ്മൾക്ക് കുറച്ച് വ്യത്യാസമുള്ളത്. അത് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ 30 ഇഞ്ചായിരിക്കും നമ്മൾ ലൈനിങ്ങിന് എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ നല്ല തുണിയിൽ കട്ട് ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ അളവ് ശ്രദ്ധിച്ചെടുക്കണം. 30 ഇഞ്ചിന് പകരം 31 ഇഞ്ച് ആകരുത്. കാരണം നമ്മുടെ നല്ല തുണിയുടെ അടിയിൽ ചില ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തുണികളുടെ അടിയിൽ ലൈനിങ് കറക്റ്റ് ലെവലിന് കിടന്നിട്ടില്ലെങ്കിൽ ഭംഗി കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ചുറ്റിനും അളവെടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ഇറക്കത്തിന് നമുക്ക് ക്രോസ് ആയിട്ട് തുണി ഇടുമ്പം ഇറക്കം കിട്ടണമെന്നില്ല. അപ്പോൾ ചില തുണിക്കൊക്കെ വീതിയുള്ള തുണിക്കൊക്കെയാണ് നമുക്ക് ഇറക്കം കിട്ടും. പിന്നെ ഇറക്കം കുറഞ്ഞ ടോപ്പുകളൊക്കെ അല്ലെങ്കിൽ സ്കേർട്ടുകളൊക്കെയാണ് നമുക്ക് അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരളവിൽ ഈ ഒരു അളവിൽ നമുക്ക് തുണിയുടെ അളവ് വ്യത്യാസമുണ്ട്, അതായത് കുറവുണ്ട്. അതായത് ഒരു സൈഡിലെ തുണിക്ക് നല്ല ഇറക്കമുണ്ട്, മറു സൈഡിലെ തുണിക്ക് കുറച്ച് തുണി കുറവുമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസ് ഇത് നമുക്ക് നല്ല തുണിയിലും ഈ ഒരു രീതിയിൽ നമുക്ക് തുണിയുടെ അളവ് കുറഞ്ഞു വരാം. അപ്പോൾ എങ്ങനെയാണ് അവിടെ എക്സ്ട്രാ തുണിയെടുത്ത് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു സൈഡ് നമ്മൾ കറക്റ്റ് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യണം. ഒരു സൈഡിൽ മാത്രമല്ലേ നമുക്ക് തുണിയുടെ അളവിൽ കുറവുള്ളൂ. അത് നിങ്ങളപ്പം കട്ട് ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് തുണി എടുക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് കട്ട് ചെയ്ത മിച്ചം തുണിയില്ല, അത് തന്നെ നമുക്ക് ധാരാളം മതിയായിരിക്കും. അത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിടണം. കാരണം നമുക്ക് അതിൻ്റെ അടിയിൽ ടോട്ടൽ നമുക്ക് കോണായിട്ട് മടക്കുമ്പോൾ 4 ഭാഗമാണ്, 4 പീസ് തുണിയല്ല. അപ്പം
2 പീസ് തുണിക്ക് കറക്റ്റ് ഇറക്കമുണ്ട്, 2 പീസ് തുണിക്ക് കറക്റ്റ് ഇറക്കം കുറവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ 1 ഇഞ്ച് മുകളിലോട്ട് തുണി കുറവുള്ള ഭാഗത്തില്ല, അതിൻ്റെ 1 ഇഞ്ച് മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതേ അളവിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കത് തൊട്ട് നോക്കുമ്പോൾ കറക്റ്റ് അടിഭാഗത്തെ തുണിയുടെ അളവ് നമുക്ക് കിട്ടുന്നതാവും. അപ്പോൾ ആ അളവിൽ തന്നെ നമ്മൾ ജസ്റ്റ് ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇതുപോലൊന്ന് വെച്ച് നോക്കണം. അപ്പം ഒരിക്കലും നമുക്ക് തുണിയുടെ കുറവ് വരരുത്, കൂടിപ്പോയാലും കുഴപ്പമില്ല. കാരണം നമ്മളത് കൂട്ടിയടിച്ച് കഴിയുമ്പോൾ എക്സ്ട്രാ തുണി നമുക്ക് നിൽക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതേസമയം തുണി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതവിടെ കാണാൻ ഭംഗി കുറവായിരിക്കും. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ, ബൈ ബൈ.